ഇനി ലോകത്തിന്റെ മുമ്പിലും ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഭാരതത്തിന്റെ മുമ്പിലുമുള്ള ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് ടൂറിസം മാത്രമാണ്. ടൂറിസം പ്രൊമോഷനിലൂടെ മാത്രമേ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പണമുണ്ടാക്കാനുള്ള അവസരം നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതിൻ്റെ ഭാഗമെന്ന നിലയിലാണ് മുണ്ടക്കയം വാഗമൺ റോഡ് ടെൻഡർ ചെയ്ത് 35 കോടി രൂപ ടെൻഡർ ചെയ്തു. ആ വർക്ക് വളരെ ശക്തമായി നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് വെള്ളപ്പൊക്കം ഉണ്ടായത്. നമ്മൾ MLA ആയിരിക്കുമ്പോഴാണ് ഉണ്ടാക്കിയ വളരെയധികം റോഡ് ഇടിഞ്ഞ് താഴോട്ട് പോയി. കോൺട്രാക്ട് ഇട്ടേച്ച് ഓടി. അത് രണ്ടാമത് എസ്റ്റിമേറ്റ് വെച്ചു 11.5 കോടി രൂപ. ആ തുകയുടെ ഉൾപ്പെടെ ടെൻഡർ ചെയ്ത് ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ ഇപ്പോഴും ഒന്നും നടക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ പത്രത്തിൽ വായിച്ചപ്പോൾ പണി ആരംഭിച്ചു എന്ന് നടത്തി വലിയ സന്തോഷം തോന്നി. വാഗമൺ മുണ്ടക്കയം ഹൈവേ പണി ആരംഭിച്ചത് വലിയ സംഭവമല്ലേ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ടൂറിസം പ്രൊമോഷൻ ഉള്ള റോഡാണ്. സന്തോഷം തോന്നി. ഞാനത് കാണാൻ വാഗമണ്ണിൽ നിന്നാണ് പണി ആരംഭിച്ചതെന്ന് പറഞ്ഞത് കാണാൻ വേണ്ടി ഞാൻ അവിടെ പോയി. ഉള്ള സന്തോഷം കൊണ്ട് പോയതാണ്, കുറ്റം പറയാൻ പോയതല്ല. അത് അയാളോട് ചോദിക്കും, MLA ഞാൻ അയാൾ ജയിച്ചതേ പറഞ്ഞല്ലോ, തൻ്റെ പുറകെ നടക്കാൻ എനിക്ക് നേരമില്ല. ജനം തന്നെയൊക്കെ ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ്, ആ ജോലി തനിക്ക് ചെയ്യാം. ഒരു പാരവെപ്പിന് ഞാനില്ല, ഒരു കാര്യത്തിലും തന്നെ എതിർക്കാൻ ഞാനില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ജയിച്ച് 80-ൽ എനിക്കെതിരെ 2 ആഴ്ച കഴിയുമ്പോൾ സത്യാഗ്രഹം ഇരുന്നവന്മാരാണ് ഞാൻ തോപ്പിച്ച MLA. ആ സാഹചര്യം ഞാൻ ഉണ്ടാക്കുകയില്ല, തനിക്ക് മുന്നോട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞത്. അയാൾ പറയട്ടെ, ദൈവത്തെ സാക്ഷ്യപ്പെടുത്തി പറയണമെന്ന് മാത്രം, മനസ്സിലായില്ല. ഞാൻ അങ്ങനെ അയച്ചു. പക്ഷെ എന്തായി, ഞാൻ വാഗമൺ ചെന്ന് നോക്കിയപ്പോൾ അവിടെ മുരുകന്മലയുണ്ട്. നമ്മുടെ അവിടെ 25 ഏക്കർ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനും SNDPക്കും കൂടെ പതിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ തങ്ങളുമാറിയുള്ള മുസ്ലിം സഹോദരങ്ങൾ ANTR മഹലിൻ്റെയാണ്. അവർക്ക് 3 ഹെക്ടർ പതിച്ചു കൊടുത്തു. ഞാൻ തന്നെ ചെയ്തതാണ്. തിരുവനന്തപുരം നിന്ന് റവന്യൂ മന്ത്രിയാണ്. ആ 10 ഏക്കർ അവരുടെ കൈവശമുണ്ട്. പിന്നെ ക്രിസ്ത്യാനിക്ക് പതിച്ചു കൊടുത്തില്ല. കാരണം അവിടുത്തെ വാഗമൺ ആശ്രമം നിങ്ങൾക്കറിയാം. അവിടുത്തെ വാഗമൺ ആശ്രമം പശുപാലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു 170 ഏക്കർ സ്ഥലം അവരുടെ കസ്റ്റഡിയിലാണ്, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് അംഗീകാരത്തോടെ. പിന്നെ അവർക്ക് പതിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള റോഡുകൾ വേണമല്ലോ അവിടെ. അതിന് അള്ളാപ്പാറ അല്ലെങ്കിൽ തങ്ങളുപാറയിലേക്ക് പോകാൻ ഒരു റോഡ് എന്ന നിലയിൽ ഞാൻ വെട്ടിച്ചു. അള്ളാപ്പാറയിൽ പോകാൻ ഉണ്ടാക്കിയ റോഡാണ്. ആ റോഡാണ് ഇപ്പോൾ 3.25 മീറ്റർ വീതി ടാർ ചെയ്യുന്നത്. എന്നിട്ട് പറയുക അത് വാഗമൺ റോഡാണ്. എന്താ മറുപടി പറയണ്ടേ? നിങ്ങൾക്ക് ആർക്കും പോയി നോക്കാം. മനുഷ്യരെ കളിപ്പീരുമായിട്ട് ജീവിക്കരുത്, ശരി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം.